ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ശിശുക്കളെ, കുഞ്ഞുങ്ങളെ കാര്യമായിട്ടെടുക്കുന്ന കർത്താവിനെയാണ് തിരുവചനത്തിൽ നാം ഇന്ന് കാണുന്നത്. ഏതാനും പേർ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ ശിഷ്യന്മാർ അവരെ ശകാരിക്കുകയാണ്. അതിൻ്റെ കാരണം ഗുരുവിന് അല്പം വിശ്രമം വേണം. യഹൂദരുടെ ചിന്ത അനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ അധികം സമയം കളയുന്നത് വേസ്റ്റാണ്, നഷ്ടമാണ് എന്ന് കരുതിയിരുന്ന ഒരു സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങളെ അവഗണിക്കുന്ന ഒരു മനോഭാവം ശിഷ്യന്മാർ പുലർത്തിയപ്പോൾ ക്രിസ്തുവിൻ്റെ മറുപടി പ്രകാരമാണ്: ശിശുക്കളെ തടയരുത്, അവർ എൻ്റെ അടുക്കൽ വരട്ടെ, കാരണം അവരെ പോലെ ഉള്ളവരുടേതാണ് സ്വർഗരാജ്യം. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗം ശിശുക്കളെ വരാനായിട്ട് അനുവദിക്കുക. കുഞ്ഞുങ്ങൾക്കുള്ള വലിയ പ്രത്യേകത, ഈ മുതിർന്നവരുടെ അടുക്കലും അധികാരമുള്ളവരുടെ അടുക്കലും ഒന്നും അവർക്കാരുടെയും റെക്കമെൻഡേഷൻ വേണ്ട, ഒരു പ്രോട്ടോക്കോളും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വയനാട് സന്ദർശിച്ചപ്പോൾ കണ്ടില്ലേ, ഒരു കൊച്ചു, ഒരു പ്രോട്ടോക്കോളും ഇല്ല, ഒരു പരിശോധനയില്ല. പ്രധാനമന്ത്രിയുടെ ഒക്കത്ത് കയറിയിരിക്കാൻ തക്ക രീതിയിൽ ആ കുഞ്ഞിന് കഴിഞ്ഞുവെങ്കിൽ അതിൻ്റെ കാരണം എന്താ? കാരണം കുഞ്ഞുങ്ങളുടെ ഒരു വലിയ പ്രത്യേകതയാണ്, ഒരാളുടെയും റെക്കമെൻഡേഷനോ പ്രോട്ടോക്കോളോ നിർദ്ദേശങ്ങളോ നോക്കേണ്ട കാര്യമില്ല. ആരുടെ അടുക്കിലേക്കും ഓടിയെത്താം. നേരത്തെ ഒരു വീഡിയോ കണ്ടിട്ടില്ലേ, മാർപ്പാപ്പ ഇരിക്കുന്ന കസേരയിൽ ഒരു കുഞ്ഞു വന്ന് ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് മാർപ്പാപ്പ വരുമ്പോൾ മാർപ്പാപ്പയ്ക്കൊക്കെ കൈയൊക്കെ കൊടുത്ത് മാർപ്പാപ്പയും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ശിശുക്കളുടെ പ്രത്യേകത അതാണ്. ഇതുപോലെ കർത്താവിൻ്റെ അരികിലേക്ക് വരാനായിട്ട് മുതിർന്നവർക്കും പറ്റണം എന്ന കർത്താവ് പറയുന്നത്. അല്ല, കുഞ്ഞുങ്ങൾ ഓടി വരണം എന്ന കാര്യം മാത്രമല്ല കർത്താവ് പറയുന്നത്. ഇതേ ആറ്റിറ്റ്യൂഡ്, മനോഭാവം നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണം. അപ്പോൾ നിങ്ങൾ ആരായിട്ട് മാറും? പിതാവായ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് നമ്മളും മാറും. പിത്തിരി പോകുന്ന കുഞ്ഞുങ്ങളെയല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. മുതിർന്നവർ എന്ന് കരുതുന്ന നിങ്ങൾക്കും ഈ മനോഭാവം പിതാവായ ദൈവത്തിൻ്റെ അടുക്കലുണ്ടെങ്കിൽ പ്രത്യേകത എന്താ? നിങ്ങളും പിതാവായ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് മാറും എന്നുള്ളതാണ്. അതിനെന്താ വേണ്ടത്? ആശ്രയ മനോഭാവം വേണം. കുഞ്ഞുങ്ങളുടെ മറ്റൊരു പ്രത്യേകത അത്, അവർ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. കാരണം അവർക്ക് മാതാപിതാക്കന്മാരില്ലാതെ അല്ലെങ്കിൽ ബലം നൽകുന്നവരില്ലാതെ അവർക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് അവർ കംപ്ലീറ്റായിട്ട് ആശ്രയിക്കും മുതിർന്നവരെ, മാതാപിതാക്കന്മാരെ. ഇപ്രകാരമുള്ള ഒരാശ്രയ ബോധത്തോടുകൂടെ വേണം നീ നിൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക്, ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഓടിയെത്താനായിട്ട്. ഇപ്രകാരം വരുന്ന മക്കളെ ഏതെങ്കിലും ഒരു അപ്പൻ, അമ്മ അവഗണിക്കോ? ഒരിക്കലും ഇല്ല. അതുപോലെ വേണം നീ നിൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഓടിയെത്താൻ. അപ്പോൾ നിനക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്ന എന്താ? സ്വർഗരാജ്യമുണ്ട്. കാരണം പിതാവായ ദൈവം ഇരിക്കുന്ന ഇടം സ്വർഗമാണെങ്കിൽ ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഓടിയെത്തുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ദൈവം നൽകുന്നത് സ്വർഗത്തിൽ ഇടമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ കാര്യമായിട്ട് നമ്മളും പരിഗണിക്കണം. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ പള്ളിയിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റണം. അവരെ തടയരുത് എന്ന് പറയുമ്പോൾ കൊണ്ടുവരാതെ പിന്നെ എങ്ങനെയാണ്? അവർക്ക് ആഗ്രഹമുണ്ട് പള്ളിയിലൊക്കെ വരാനായിട്ട്, പക്ഷേ പലപ്പോഴും നമ്മൾ അവരെ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. മിക്കവാറും പള്ളികളിലൊക്കെ ഇങ്ങനെ അവധി ദിവസമാണെന്ന് അറിയുന്നത് പോലും പള്ളിയിൽ നിറച്ചും കുട്ടികളുണ്ടാവും. നമ്മുടെ പള്ളിയിലാണെങ്കിൽ അത് ശുഷ്കമാണ്, അവധിയാണെന്ന് പോലും അറിയാൻ പറ്റില്ല. കാരണം അന്നത്തെ ദിവസം കുറച്ചും കൂടി കുട്ടികൾ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി പള്ളിയിൽ വരുന്നവർ പോലും ചിലപ്പോൾ വരണില്ല. അതാണ് രീതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളല്ലാതെ ആരാ കുഞ്ഞുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളത്? അതുകൊണ്ട് കുറച്ചും കൂടി ആഗ്രഹത്തോടെ, ഇതൊരു പരിശീലനമാണ്. കുട്ടികളെ കുറേ നാളിങ്ങനെ പരിശീലിപ്പിച്ചാൽ പിന്നെ അവർ വലുതാകുമ്പോഴും പള്ളി മറക്കില്ല, പള്ളിയിലേക്കുള്ള വഴിയും മറക്കില്ല. അപ്പോൾ ദൈവം അവരെ സ്വീകരിച്ച് സ്വന്തമാക്കും, സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കി മാറ്റും.